യുധിഷ്ഠിരനെ സമാധാനിപ്പിക്കുവാനായി ബൃഹദർശ മഹർഷി ആ കഥ പറഞ്ഞു തുടങ്ങി. നിഷേധരാജ്യത്തിൽ വീരസേനപുത്രനായി സദ്ഗുണങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരു രാജാവുണ്ടായിരുന്നു. നളൻ എന്നായിരുന്നു ആ രാജാവിൻ്റെ പേര്. പ്രജാക്ഷേമ തൽപരനായ ആ രാജാവ് എല്ലാ രാജാക്കന്മാരെയും കീഴടക്കി ചക്രവർത്തിയായി വാണരുളി. അതിസുന്ദരനായിരുന്ന നളമഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളിൽ എല്ലാവരും ആകൃഷ്ടരായി തീർന്നു. അക്കാലത്ത് വിദർഭ രാജ്യം ഭരിച്ചിരുന്നത് നളനെപ്പോലെ തന്നെ പരാക്രമിയായിരുന്ന ഭീമരാജാവായിരുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന് കുട്ടികളില്ലായിരുന്നു. അങ്ങനെ ദുഃഖിതനായ ആ രാജാവ് കുട്ടികളുണ്ടാകുവാൻ വേണ്ടി പല സത്കർമ്മങ്ങളും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ദമന മഹർഷി ഭീമരാജാവിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. ഭീമരാജാവും പത്നിയും മഹർഷിയെ സൽക്കരിച്ചു, സന്തോഷിപ്പിച്ചു. സന്തുഷ്ടനായ മഹർഷി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം മറ്റൊന്നുമായിരുന്നില്ല, രാജാവിന് 3 പുത്രന്മാരും 1 പുത്രിയും ഉണ്ടാകട്ടെ എന്നതായിരുന്നു. അങ്ങനെ രാജാവിന് കുട്ടികൾ ജനിക്കുന്നു. ദമൻ, ദാന്തൻ, ദമനൻ എന്നീ 3 പുത്രന്മാരും ദമയന്തി എന്ന അതിസുന്ദരിയായ ഒരു പുത്രിയും. സൗന്ദര്യത്തിലും സ്വഭാവ മഹിമയിലും ദമയന്തി ഏറെ മുന്നിലായിരുന്നു. നളന്റെ ഗുണഗണങ്ങളെപ്പറ്റിയും സൗന്ദര്യത്തെപ്പറ്റിയുമൊക്കെ ദമയന്തി അറിയുന്നു. ദമയന്തിക്ക് നളനോട് ആത്മാർത്ഥമായ പ്രണയം തോന്നുന്നു. ദമയന്തിയുടെ സൗന്ദര്യത്തെപ്പറ്റി നളനും കേൾക്കുവാനിടയായി. അങ്ങനെ നളനും ദമയന്തിയോട് പ്രണയം തോന്നുകയാണ്. പക്ഷെ അവർ പരസ്പരം കണ്ടിട്ടില്ല. എങ്കിലും രണ്ടുപേരുടെയും പ്രണയം ആത്മാർത്ഥമായി തന്നെ തുടരുകയാണ്. പരസ്പരം കാണാതെയുള്ള ആ പ്രണയത്തിന് വല്ലാത്തൊരു മാധുര്യമുണ്ടായിരുന്നു എന്ന് വേണം പറയുവാൻ. അപ്പോഴാണ് നളന്റെ ഉദ്യാനത്തിൽ വെച്ച് അസാധാരണമായൊരു സംഭവം ഉണ്ടാകുന്നത്. ഒരു ദിവസം നളൻ ഉദ്യാനത്തിൽ ഉലാത്തുമ്പോൾ സ്വർണവർണ്ണാങ്കിതങ്ങളായ ചില ഹംസങ്ങളെ കണ്ടു. കൗതുകം കൊണ്ട് നളൻ ആ ഹംസത്തിൽ ഒന്നിനെ പിടിക്കുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ അരയന്നം മനുഷ്യ ശബ്ദത്തിൽ ഇപ്രകാരം പറഞ്ഞു: രാജാവേ, എന്നെ ഉപദ്രവിക്കരുത്. അങ്ങേക്ക് പ്രിയമായ ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം. ദമയന്തിയുടെ അരികിലെത്തി ഞാൻ അവളുടെ മനസ്സ് മറ്റാരിലും പോകാത്ത വിധം അങ്ങയെപ്പറ്റി സംസാരിക്കാം. ഹംസത്തിൻ്റെ ഈ വാക്കുകൾ കേട്ട് നളന് അത്ഭുതമായി. നളൻ ആ അരയന്നത്തെ സ്വതന്ത്രമാക്കി. പറഞ്ഞതുപോലെ അരയന്നം ദമയന്തിയുടെ അരികിലേക്ക് യാത്രയാകുന്നു. ആ കാഴ്ച കണ്ട് നളൻ വിസ്മയത്തോടെ നിന്നു. ഹംസം നളന്റെ അരികിൽ നിന്നും ദമയന്തിയുടെ അരികിലേക്ക് പറന്നുപോയി. ആ സമയം വിദർഭ രാജ്യത്തെ കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ സഖിമാരോടൊത്ത് ഉല്ലസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ദമയന്തി. അങ്ങനെ ദമയന്തി ഹംസത്തെ കാണുന്നു. അത്ഭുതകരമായ ആ പക്ഷിയെ കണ്ട് കൗതുകത്തോടെ ദമയന്തി അതിനെ പിടികൂടുന്നു. അപ്പോൾ ആ ഹംസം മനുഷ്യ ശബ്ദത്തിൽ ഇപ്രകാരം പറഞ്ഞു തുടങ്ങി: ദമയന്തി, ഞാൻ വിശ്വവിഖ്യാതനായ നളന്റെ അരികിൽ നിന്നുമാണ് വരുന്നത്. കാമദേവനെ പോലെ സുന്ദരനായ നളൻ നിനക്കേറ്റവും യോജിച്ച വരനാണ്. അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ചേർച്ച ഏറ്റവും ഉത്തമമായിരിക്കും എന്നതിൽ തർക്കമില്ല. നളനെ കണ്ടിട്ടില്ലെങ്കിൽ കൂടി നളനിൽ ഏറെ അനുരക്തയായിരുന്നു ദമയന്തി. ഹംസത്തിന്റെ ഈ വാക്കുകൾ കേട്ട് ഏറെ സന്തോഷിച്ചു. എങ്കിൽ എന്നെക്കുറിച്ച് നളനോടും ഇപ്രകാരം പറയാമോ? ദമയന്തി ഹംസത്തോട് ചോദിച്ചു. ശരി, പറയാം രാജകുമാരി. ഹംസം സമ്മതിച്ചു. അരയന്നം പറന്ന് തിരികെ നളന്റെ അടുത്തെത്തുന്നു. എന്നിട്ട് ദമയന്തിയെക്കുറിച്ച് വിശദമായി തന്നെ നളനോട് പറയുകയും ചെയ്തു. ദമയന്തിയുടെ മനസ്സ് കൂടുതൽ പ്രണയാർദ്രമാകുന്നു. മറ്റൊരു വിചാരവും ദമയന്തിയുടെ മനസ്സിൽ ഇല്ലാതെയായി. നളനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അവൾ ഏറെ ക്ഷീണിച്ചു. സുഖഭോഗങ്ങളിലും മറ്റു വിനോദങ്ങളിലൊന്നും ദമയന്തിക്ക് തീരെ ആശയില്ലാതെയായി. വിളറി മെലിഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ദമയന്തി എത്തിച്ചേർന്നു. അവളുടെ ഈ അവസ്ഥയ്ക്ക് എന്താണ് കാരണമെന്ന് തോഴിമാർക്ക് മനസ്സിലായി. അങ്ങനെ തോഴിമാർ ഈ വിവരങ്ങളെല്ലാം രാജാവിനെ അറിയിക്കുന്നു. രാജാവ് ഒന്ന് തീരുമാനിച്ചു: തൻ്റെ പുത്രിയുടെ സ്വയംവരം ഉടൻ തന്നെ നടത്തണം. പക്ഷേ പുത്രിയുടെ പ്രണയം രാജാവ് അറിഞ്ഞതുമില്ല. അങ്ങനെ ദമയന്തിയുടെ സ്വയംവരത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം രാജാവ് ചെയ്യുന്നു. രാജാക്കന്മാരെയെല്ലാം ക്ഷണിക്കുന്നു. ദമയന്തിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ രാജാക്കന്മാരെല്ലാം സ്വയംവര വാർത്ത കേട്ട് ഉത്സാഹത്തോടെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരുന്നു. ഭീമരാജാവ് സ്വയംവരത്തിന് എത്തിച്ചേർന്ന രാജാക്കന്മാരെയെല്ലാം യഥോചിതം സൽക്കരിച്ചു, പൂജിച്ചു. ആ സമയത്താണ് മഹർഷിമാർ ദേവലോകത്ത് ഇന്ദ്രനഗരിയിൽ എത്തിച്ചേർന്നത്. മഹർഷിമാരിൽ നിന്നും ദമയന്തിയുടെ സൗന്ദര്യത്തെപ്പറ്റി കേട്ടറിഞ്ഞ ദേവന്മാർക്കും കൗതുകം വർദ്ധിച്ചു. ഉടൻ തന്നെ ദമയന്തി സ്വയംവരം നടക്കുമെന്ന് കേട്ടപ്പോൾ ഇന്ദ്രനും ദേവന്മാർക്കും അങ്ങോട്ട് പോകണമെന്ന ആഗ്രഹം വർദ്ധിച്ചു. അതിസൗന്ദര്യവതിയായ ദമയന്തിയെ തങ്ങൾക്ക് ലഭിക്കണമെന്ന് ഇന്ദ്രൻ, വരുണൻ, അഗ്നി, യമൻ എന്നീ 4 പേരും ആഗ്രഹിക്കുകയും ചെയ്തു. ദമയന്തി സ്വയംവരത്തിനുള്ള ക്ഷണം കിട്ടിയതുകൊണ്ട് നളനും വിദർഭ രാജ്യത്തേക്ക് പുറപ്പെട്ടിരുന്നു. അരയന്നത്തിന്റെ വാക്കുകളിൽ വിശ്വസിച്ച് ദമയന്തിയിലുള്ള പ്രേമാവേശം കൊണ്ട് അതിവേഗതയിൽ തേരോടിച്ചു പോകുന്ന നളനെ മാർഗമധ്യേ ദേവന്മാർ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. അതിസുന്ദരനായ നളനെ കണ്ട് ദേവന്മാർ വിസ്മയഭരിതരായി തീർന്നു. അങ്ങനെ ദേവന്മാർ ആകാശത്തു നിന്നും ഇറങ്ങി വന്ന് നളനോട് പറയുന്നു: അല്ലയോ രാജാവേ, ഉത്തമനായ അങ്ങ് ഞങ്ങളുടെ ദൂതനായി ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്യണം. നളൻ അവരുടെ അപേക്ഷ മാനിച്ചു.
അതിനുശേഷമാണ് നളൻ അവർ ആരാണെന്നും എന്തു സഹായമാണ് വേണ്ടതെന്നും അന്വേഷിച്ചത്. ഇന്ദ്രൻ മറുപടി പറഞ്ഞു, ഞാൻ ഇന്ദ്രനാണ്. ഇവർ അഗ്നിയും വരുണനും യമനുമാണ്. ഞങ്ങൾ ദമയന്തിയുടെ കാമുകന്മാരാണ്.